അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ നോമ്പുകാരായി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഈ നോമ്പ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിൻ്റെ പ്രതിഫലമായി കഴിഞ്ഞ ഒരു വർഷത്തെയും ഇനി വരാനുള്ള ഒരു വർഷത്തെയും നമ്മളിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളും പോരായ്മകളും കാരുണ്യവാൻ നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപ്പയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങളും അതിൽ നിന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും പഠിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും സുചിന്തിതമായ ആലോചനക്ക് വിഷയീഭവിക്കേണ്ടതുമായ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഏവർക്കും അറിയാവുന്നതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപ്പയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലെ 74-ാമത്തെ ആയത്തിലൂടെ ഇപ്രകാരം പേര് പറഞ്ഞു തരികയാണ്. വഇദ് ഖാല ഇബ്രാഹീമു ലി അബീഹി ആസറ, ഖുർആൻ പറഞ്ഞ പേരാണ്. ഇബ്രാഹിം നബിന്റെ ഉപ്പാന്റെ പേര് ഖുർആൻ പഠിപ്പിച്ചെന്നതാണ്, ആസർ എന്നാണ് പേര്. നമ്മളിങ്ങനെ പഠിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തത് ഉപ്പയുടെ പേര് ആസർ എന്നാണ്. ഉമ്മയെക്കുറിച്ച് ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഒന്നും പരാമർശിപ്പിക്കപ്പെട്ടിട്ടില്ല, പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപ്പ ആസർ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും വിശ്വാസത്തിന്റെ നടുവിൽ നിന്ന് ജീവിച്ച ആളാണ്. നമ്രൂദിന്റെ ഭരണത്തിന്റെ കീഴിൽ ബാബിലോണിലെ ഊർ എന്ന പട്ടണത്തിലെ ആളുകൾ മൊത്തം വിഗ്രഹാരാധകരാണ്. സൂര്യനെ, നക്ഷത്രങ്ങളെ, മറ്റു ദേവീദേവന്മാരെ വിഗ്രഹങ്ങളുണ്ടാക്കി പൂജിക്കുന്നവരാണ് ആ നാട്ടിലെ എല്ലാ മനുഷ്യരും. ഒരാൾ പോലും ഇല്ലാത്ത വിധം എല്ലാവരും. ആ ആളുകൾക്ക് പൂജിക്കാനാവശ്യമായ വിഗ്രഹങ്ങളെ
മരം കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും മണ്ണുകൊണ്ടും ഉണ്ടാക്കിക്കൊടുക്കുന്ന ജോലി ചെയ്ത ആളുടെ പേരാണ് ആസർ. ആസർ വിഗ്രഹാരാധകൻ മാത്രല്ല, മറിച്ച് വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽപ്പന നടത്തി അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഇബ്രാഹിം നബിന്റെ വാപ്പ. ആ നാട്ടിൽ ആഘോഷം ഉണ്ടാകും, നമ്മുടെ നാട്ടിലെ നേർച്ച പോലെ. ആ നേർച്ചയിലേക്ക് ആവശ്യമായ വിഗ്രഹങ്ങളെ ആളുകൾക്ക് പൈസക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും. ഉണ്ടാക്കുന്നത് വീട്ടിലാണ്. ആ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെ അങ്ങാടിയിലും കവലകളിലും കൊട്ടാരങ്ങളിലും കൊണ്ടുപോയി വിറ്റ് ആ വിശ്വാസം നെഞ്ചകത്ത് കാത്തു സൂക്ഷിച്ച് ആ കൊടിയ പാതകത്തിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഇബ്രാഹിം നബിന്റെ വാപ്പ. നമ്മുടെ ഒന്നാമത്തെ ആശയം ഖുർആൻ പറഞ്ഞതിന് എന്താ അറിയോ? ആ വീട്ടിൽ നിന്നാണ് ഖലീലുള്ള ഉണ്ടായത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ആ വീട്ടിൽ നിന്നാണ് അബുൽ അംബിയ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. ആ വീട്ടിൽ നിന്നാണ് ആദർശപിതാവായി ഇബ്രാഹിം നബി ഉണ്ടായത്. ഇതിൽ നമ്മൾക്കുള്ള ഗുണപാഠം എന്താ സഹോദരങ്ങളെ? നമ്മൾക്ക് അള്ളാഹു ജനിക്കാൻ വേണ്ടി നിശ്ചയിച്ച സ്ഥലവും നാടും അങ്ങാടിയും ഒക്കെ ചിലപ്പോൾ വ്യത്യസ്തങ്ങളാകാം. നമ്മുടെ ആശയം ഇസ്ലാമികമായ ആശയമോ ചുറ്റുപാടോ ആകാതിരിക്കാം. പക്ഷെ നമ്മൾ വളർന്നു വലുതായി നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും ജനിച്ച നാടോ വളർന്ന വീടോ കൂട്ടുകാരോ സാഹചര്യങ്ങളോ ന്യായം പറഞ്ഞ് തെറ്റിൽ നിൽക്കാൻ പാടില്ല. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് വിഗ്രഹാരാധകന്റെ നാട്ടിൽ, വിഗ്രഹാരാധകർ 100% ഒരു നാട്ടിൽ, ഭരണകൂടം വിഗ്രഹാരാധകനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നാട്ടിൽ ജീവിച്ച ഇബ്രാഹിം നബി വിഗ്രഹാരാധകർക്കെതിരിൽ ജീവിച്ചു എന്നത്. ഇതെന്തിനാ പറഞ്ഞറിയോ? നമ്മൾ ഇപ്പോഴും പല ആളുകളും നിൽക്കുന്നത് എന്തേടാ ഈ നിസ്കരിക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഉത്തരം എന്താ അറിയോ? മൗലവി, ഇങ്ങളെപ്പോലൊന്നല്ല ഞാൻ ജീവിച്ചു വളർന്ന്, ഇന്റെ വാപ്പിമ്മി നിസ്കാരത്തെ പറ്റി എനിക്ക് പറഞ്ഞു തന്നിട്ട് പോലുമില്ല. ശരിയാണ്, അത് നമ്മളെ സ്വാധീനിച്ചിരിക്കാം. പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമ്മൾ അവിടെ മുതൽ മാറണം ഇബ്രാഹിം നബിയെ പോലെ. എന്തേ മോളെ നീ ദീനിയായി യാതൊരു ജീവിതവും ഇല്ലാത്തത്? അത് മൗലവിന്റെ വാപ്പിമ്മിയും ദീനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമല്ല, വെറും കുടിയും തോന്നിയാസവും വൃത്തിയേടും മാത്രമായിരുന്നു. ഞാൻ ഇത്രയെങ്കിലും ആയില്ല മൗലവി. അല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല പെങ്ങളെ പറയേണ്ടത്. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്റെ വീടും എന്റെ നാടും എന്റെ കുടുംബവും എന്നെ സ്വാധീനിച്ചിരിക്കാം. പക്ഷെ ഞാൻ സത്യം മനസ്സിലാക്കിയാൽ വിഗ്രഹാരാധകന്റെ വരുമാനം കൊണ്ട് ജീവിച്ച വീട്ടിൽ, ആ നാട്ടിൽ നിന്ന് സത്യം മനസ്സിലാക്കി എന്റെ നാടും കുടുംബവും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുകയല്ല ഇബ്രാഹിം നബി ചെയ്തത്. മറിച്ച് വൽഹഖ്നി ബിസ്വാലിഹീൻ, അല്ലാഹുവേ ഇവരിൽ നിന്നൊക്കെ മാറി എന്നെ നീ സത്യവാന്മാരിൽ നിനക്കിഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബിയെ പോലെ ആകണം യുവാക്കളെ, യുവതികളെ നമ്മുടെ ജീവിതം. നാടും സാഹചര്യം കൂട്ടാരൊക്കെ നമ്മളെ സ്വാധീനിക്കാം. പക്ഷെ സത്യം മനസ്സിലായാൽ പിന്നെ നാടെങ്ങനെ ആയതുകൊണ്ടാണ്, കുടുംബം എങ്ങനെ ആയതുകൊണ്ടാണ്, വളർന്ന സാഹചര്യം എങ്ങനെ ആയതുകൊണ്ടാണ്, ഇന്റെ ചുറ്റുപാട് എങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല ഒരു മുസ്ലിം. രണ്ടാമത്തെ ഒരു കാര്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപ്പയോടുള്ള പെരുമാറ്റമാണ്. ഒരു കാര്യം നമ്മൾക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ പാതകം ചെയ്തയാളാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ. ഉറപ്പാണ്, ആസർ അങ്ങനെ ജീവിച്ചയാളാണ്. ആ ആസറിനോട്, ഉപ്പയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുന്ന സംസാരം ഖുർആൻ ഡസൻ കണക്കിന് ആയത്തുകൾ പറയുന്നുണ്ട്. അതിലെല്ലാം അദ്ദേഹം ഉപ്പയോട് സംസാരിക്കുന്നുണ്ട്, വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്, മറുപടികൾ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, പല കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം തുടക്കത്തിൽ ഇബ്രാഹിം നബി വിളിക്കുന്നത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ വഇദ് ഖാല ലി അബീഹി യാ അബതി. അദ്ദേഹം ബാപ്പാനെ വിളിക്കുക പ്രിയപ്പെട്ട ഉപ്പ. യാ അബി, വാത്സല്യമുള്ള പിതാവേ, എനിക്കിഷ്ടമുള്ള പ്രിയപ്പെട്ട ഉപ്പ. നിങ്ങൾ എന്റെ ഉപ്പയാണ്, ഞാൻ പറഞ്ഞൊന്ന് കേൾക്കണം. പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. സഹോദരങ്ങളെ, എത്രയോ ചർച്ചകൾ ഉണ്ടായി. നമ്മൾക്കറിയാം, തൗഹീദും ശിർക്കും തമ്മിൽ ഒരു ബാപ്പയും മകനും സംസാരിക്കുമ്പോൾ എന്തൊക്കെയുണ്ടാകും. ഭരണകൂടത്തിനെതിരെ സംസാരം ഉണ്ടാകും, വീടിനെതിരെ സംസാരമുണ്ടാകും, ആരാധനാലയത്തിനെതിരെ സംസാരമുണ്ടാകും, വീട്ടിലെ ഭക്ഷണത്തിനെതിരെ സംസാരമുണ്ടാകും. പക്ഷെ ഒരു സ്ഥലത്ത് പോലും
വാപ്പാക്ക് വിഷമുണ്ടാകണ, വാപ്പാന്റെ മനസ്സ് നോവിക്കുന്ന, വാപ്പാനെ കൊണ്ട് ഇന്റെ കുട്ടിന്നാലിത് പറഞ്ഞല്ലോ എന്ന് പറയിപ്പിക്കുന്ന ഒരു വാചകം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ല. ഖുർആൻ അത് നമുക്ക് പറഞ്ഞുതരാൻ. എന്തിനേറെന്നറിയോ? ബാപ്പ ഇബ്രാഹിം നബിയെ അങ്ങേയറ്റം വിമർശിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ പിതാവിനോട് പറയുന്ന വാക്കെന്തറിയോ? സലാമുൻ അലൈക്, വാപ്പ അങ്ങക്ക് സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. വാപ്പ നിങ്ങൾ എത്ര എന്നെ ചീത്ത പറഞ്ഞാലും, നിങ്ങൾ എത്ര എന്നോട് കർക്കശമായി പെരുമാറിയാലും ഞാൻ അങ്ങനെ പെരുമാറൂല. സഅസ്തഗ്ഫിറു ലക റബ്ബി, വാപ്പ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ പടച്ചോനോട് പ്രാർത്ഥിക്കാം. ഇതെന്താ രസങ്ങളെ? ഇതാണ് ദീന്, ഇതാണ് ദീൻ. ഇസ്ലാമികമായി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ആദർശത്തിലല്ല എന്ന് വെക്കുക, ശിർക്കിലാന്ന് വെക്കുക, കുഫ്റിലാന്ന് വെക്കുക. എങ്ങനെയെന്നറിയോ? നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോഴും ഇസ്ലാമിലല്ലെങ്കിലോ അവരോടുള്ള പെരുമാറ്റത്തിൽ ഖുർആന്റെ ആയത്ത് എന്താ അറിയോ? വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. നമ്മുടെ വാപ്പിമ്മിം പടച്ചോനെതിരായ കാര്യം, ശിർക്കായ കാര്യം നമ്മളോട് നിർബന്ധിക്കുകയാണെങ്കിൽ അനുസരിക്കരുത്. പക്ഷേ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, വാപ്പാനോടും ഉമ്മാനോടും പെരുമാറേണ്ട അടുത്ത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. വിശ്വാസത്തിലുണ്ടാകാം, പക്ഷെ എന്റെ വാപ്പ വിഗ്രഹാരാധകനാണ്, ഖബർ പൂജകനാണ്, എന്റെ വാപ്പ ഖബറിൽ പോയി കച്ചവടം നടത്തുന്നവനാണ്. പക്ഷെ വാപ്പാനുള്ള പെരുമാറ്റം, ഉമ്മാനുള്ള പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം ഒരു മുസ്ലിമിന് പാടില്ല. ഖുർആന്റെ ആയത്താണ്. എങ്ങനെ പെരുമാറുന്നത് നബി പറഞ്ഞതെന്നറിയോ? ബിസ്വഹ്ബത്തിൻ ജമീലത്തിൻ ഫിദ്ദുനിയ, ഈ ദുനിയാവിൽ ഏറ്റവും നന്നായി വാപ്പാണ്ടുമാണ് പെരുമാറണം. ഏത് വാപ്പമ്മന്നറിയോ? ശിർക്ക് ചെയ്യണ വാപ്പാണ്ടുമാണ് പറഞ്ഞല്ല. ശിർക്ക് ചെയ്യുന്ന കുഫറിന്റെ വാപ്പിമ്മിൻ ബർറം ബിഹിമാ, അവർക്ക് പുണ്യം ചെയ്യണം. വഇഹ്സാനൻ ഇലൈഹിമാ, അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ നന്മ ചെയ്യണം. വരിഫ്തൻ ബിഹിമാ, അവരോട് കരുണയുണ്ടാകണം, സ്നേഹമുണ്ടാകണം. ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കളോട് ഒരു വിശ്വാസിയായ മകന്റെ പെരുമാറ്റത്തെ കുറിച്ച് ഖുർആൻ പറയാൻ. ഇത് തിരിച്ചുണ്ടാകൂട്ടോ. നമ്മൾ മുസ്ലിമാണ്, നമ്മളെ വാപ്പിമ്മിം ഇസ്ലാമെന്ന് അങ്ങോട്ട് പോയി, അങ്ങനെ ഉണ്ടാകാലോ. അപ്പൊ നമ്മുടെ നാട്ടിൽ സംഘം ഇങ്ങനെ കൂടും. എന്നിട്ട് എന്ത് പറയോ? അങ്ങോട്ട് പോയ വാപ്പാണ്ടും പാടും നല്ല പോലെ പെരുമാറുന്നില്ല. അത് ദീനറിയാത്തോണ്ടാണ്, അത് വെറും വർഗീയത മാത്രമായതുകൊണ്ടാണ്. അവനാം പാർട്ടി മാത്രം ഖുർആൻ പകുതി പഠിച്ചിട്ട് ബാക്കി അവനാന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും അവനവന്റെ ജീവിതത്തിൽ ശിർക്കീണ വാപ്പാണ്ടും പാണ്ടും പെരുമാറ്റത്തിൽ ഒരേ നിലപാടാണ്. അതെന്താണ്? ഒറ്റ നിലപാട്. വബിൽ വാലിദൈനി ഇഹ്സാന, വാപ്പാണ്ടും പാണ്ടും നല്ല പോലെ പെരുമാറണം, അവരെ യാത്രയാക്കണം, അവർക്കുള്ള ചെലവൊടുക്കണം, അവരെ നമ്മൾ കെട്ടിപ്പിടിക്കണം, ആലിംഗനം ചെയ്യണം, ഉമ്മ കൊടുക്കണം, അവരോടൊന്നിച്ച് യാത്ര ചെയ്യണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിൽ അവരുടെ വിശ്വാസം തടസ്സമാകരുത്. എന്നാൽ അവർ നമ്മളോട് ശിർക്ക് ചെയ്യാനോ ദീനിനെതിരായ ഒരു കാര്യം ചെയ്യാനോ പറഞ്ഞാൽ അതനുസരിക്കുവാനും പാടുള്ളതല്ല. ഇതിന്റെ ഉദാഹരണമാണ് ഇബ്രാഹിം നബിന്റെ പെരുമാറ്റം. എങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. സാന്ദർഭികമായിട്ട് പറയാൻ, ലോകത്തെ ഏറ്റവും വലിയ പാപം ചെയ്ത ആളാണ് ആസർ. ശിർക്കാണ്. ശിർക്ക് ചെയ്ത വാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ നല്ല പോലെ പെരുമാറെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിനോട് ബാപ്പിമ്മിൻ ചൂടായത് ശിർക്കിന്റെ താഴെയല്ലേ ഏതായാലും വരിക? നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും മൂക്കത്ത് ചുണ്ടിണ്ട് എന്നുള്ളത് ശിർക്കിന്റെ താഴെയല്ലേ ഏതായാലും വരിക? അഥവാ നമ്മളോട് സംസാരത്തിൽ നമുക്ക് വിഷമുണ്ടാക്കുന്ന കാര്യം പറഞ്ഞു, അതേതായാലും ശിർക്കിന്റെ താഴെയല്ലേ വരിക? എങ്കിൽ മുസ്ലിമായ നമ്മളോട് ചില സംസാരത്തിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു എന്ന് വെക്കുക. അങ്ങനെയുള്ളൊരു വാപ്പാണ്ടുമാണ് നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ വാപ്പിമ്മിൻ നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കും, എന്നാലും എന്റെ കുട്ടി ഇന്നോടങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും എന്റെ മകൾ എന്നെ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുന്നവൻ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ പോലുമല്ല. ഇതാണ് രണ്ടാമത്തെ ഗുണപാഠം. മൂന്നാമത്തേത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉപ്പയോട് നടത്തുന്ന സ്നേഹാർദ്രമായ പ്രബോധനാണ്. എത്രയാണ് കാര്യങ്ങൾ സഹോദരങ്ങളെ! ഇബ്രാഹിം നബി വാപ്പാനെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വാപ്പാനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയ സ്വർഗത്തിന്റെ വഴിയിലേക്ക് ഞാൻ സ്നേഹിക്കണ വാപ്പിന്റെ കൂടെ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. എന്നിട്ട് വാപ്പാനങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, വാപ്പാ അതത്തഖിദു അസ്നാമൻ ആലിഹ, വാപ്പ നിങ്ങൾ ഈ വിഗ്രഹങ്ങളല്ലേ ആരാധിക്കണേ?
ഇന്നി അറാക വഖൗമുക ഫീ ളലാൽ. വാപ്പ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെ പോക്ക് തെറ്റിക്കാട്ട വാപ്പ, ഒരു നന്മയ്ക്ക് എത്തൂല വാപ്പ. ഞാൻ ഇഷ്ടം കൊണ്ട്, മകൻ നല്ല ഇഷ്ടം കൊണ്ട് പറയാം വാപ്പ, വിഗ്രഹങ്ങളെ മുന്നിൽ നിങ്ങൾ നിക്കല്ലിൻ, അവരോട് ആവരാതി പറയല്ലിൻ, അവരോട് സങ്കടങ്ങൾ പറയല്ലിൻ. എന്റെ അറിവനുസരിച്ച് വാപ്പ, നിങ്ങൾ തെറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി യാ അബത്തി, ബാപ്പ എന്ന് വിളിച്ചിട്ട് ചോദിക്കാട്ടോ. ഈ ചോദ്യം പ്രസക്തമാണ്, ശരിക്കും ശ്രദ്ധിക്കണം. പാപ്പ, നിങ്ങൾ ആരെയാ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? വിഗ്രഹങ്ങളെ അല്ലേ? ഇങ്ങോട്ട് ചോദ്യട്ടോ. കാല ഹൽ യസ്മഊനകും ഇദ് തദഊൻ. പാപ്പ, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ സത്യമായിട്ട് വാപ്പ പറയണട്ടോ. നിങ്ങളെ കുട്ടിന്റെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നം ആ വിഗ്രഹത്തിനോട് ചോദിച്ചാൽ സത്യത്തിൽ അത് കേൾക്കോ? പാപ്പ, നിങ്ങളല്ല വീട്ടിൽ നിന്ന് മരം കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും മണ്ണ് കൊണ്ടും വിഗ്രഹത്തെ നിങ്ങളല്ല വാപ്പ ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ, നിങ്ങൾ ഉണ്ടാക്കുന്ന വിഗ്രഹം നിങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന വിഗ്രഹത്തോട് ചോദിച്ചാൽ വാപ്പ ആത്മാർത്ഥമായി പറയും, ആ വിഗ്രഹം കേൾക്കുണ്ടാകുവോ? അടുത്തത് ഔ യൻഫഊനക്. ഇനി അഥവാ ബാപ്പ എന്തെങ്കിലും കേട്ടെന്ന് വെറുതെ വിചാരിക്ക, നിങ്ങളെ ആ വിഗ്രഹത്തിന് സഹായിക്കാൻ കഴിയോ വാപ്പ? ഔ യദുറൂനക്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തടുക്കാനോ ഒരു ഉപദ്രവം വരുത്താനോ ആ വിഗ്രഹത്തിന് കഴിയോ? ഞാൻ ഇഷ്ടം കൊണ്ടാ വാപ്പ ചോദിക്കണത്, തർക്കിക്കല്ല, നിങ്ങൾ പറഞ്ഞുതരും ബാപ്പ, കഴിയോ? സഹോദരങ്ങളെ, ആസർ ഇബ്രാഹിം എന്ന മകന്റെ മുന്നിൽ ഒന്നുകൂടി ചൂളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇബ്രാഹിം വീണ്ടും പറയാട്ടോ, യാ അബത്തി, അതുകൊണ്ട് വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, നിങ്ങൾ എന്ത് ചെയ്തോട്ടെ, പക്ഷെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ലിമ, എന്തിനാണ് വാപ്പ? തഅബുദു മാ ലാ യസ്മഉ, ഒരു കാര്യം പോലും നിങ്ങൾ വിളിച്ചാൽ കേൾക്കാത്ത, വലാ യുബ്സിറു, ലോകത്തെ ഒരു കാര്യവും കാണാത്ത, വലാ യുഗ്നി അൻക ശൈആ, ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളുടെ മുന്നിൽ എന്തിനാ വാപ്പ ബുദ്ധിയുള്ള നിങ്ങൾ പോയിട്ട് കുമ്പിടുന്നത്? നിങ്ങൾ എന്തിനാ നേർച്ച നേരുന്നത്? നിങ്ങൾ എന്തിനാ അവിടേക്ക് സിയാറത്ത് വെക്കുന്നത്? നിങ്ങൾ എന്തിനാ ആഘോഷം ഉണ്ടാക്കണത്? ഇതൊന്നും അവർ ചെയ്യണില്ലല്ലോ. അതിനെന്താ ഇബ്രാഹിം നബിന്റെ ഉപ്പാന്റെ മറുപടി? അതല്ല അത്ഭുതം. എന്താ മറുപടി? അല്ലടാ, വിഗ്രഹങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, അത് കേൾക്കും, അത് ഉത്തരം നൽകും. അല്ല, ഇബ്രാഹിം നബിന്റെ വാപ്പാന്റെ മറുപടി എന്താ അറിയോ? ഒറ്റ മറുപടിയാണ്, ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. ഇബ്രാഹിമേ, അന്റെ വാപ്പ, വല്യാപ്പ, കുടുംബം, നാട്, തറവാട്, കൊട്ടാരം, ഈ നാട്ടുകാര് കൊല്ലങ്ങളോളമായി, വർഷങ്ങളോളമായി വിഗ്രഹങ്ങളുടെ മുന്നിൽ കാര്യം പറയുന്നുണ്ട്. ചിലതൊക്കെ കിട്ടുന്നുണ്ട്, ചിലതൊക്കെ സായുജ്യം അടയുന്നുണ്ട്. വർഷങ്ങളോളമായി ഈ നാട്ടുകാരും കുടുംബവും മഹല്ലും ചെയ്യുന്ന ഒരു കാര്യം അനക്ക് മാത്രം തെറ്റാണ് തോന്നുക, അയക്ക് ഞങ്ങൾ വരികയെ, നിനക്ക് മാത്രം മോശമെന്ന് പറഞ്ഞെടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇന്റെ ഈ ആരാധന ഒഴിവാക്കേ. അപ്പൊ നമ്മളെ വാപ്പിയും നമ്മുടെ വല്യാപ്പിയും നമ്മുടെ മുൻപത്തെ കാലഘട്ടത്തെ ആൾക്കാരും മൊത്തം പിഴച്ചുപോയാലും നിനക്ക് മാത്രം സത്യം മനസ്സിലായി, നീ മാത്രം ഒരു ബുദ്ധിമാൻ എന്നാണോ ഈ പറയുന്നത് ഇബ്രാഹിമെ? ധാര മറുപടിയാണ് സുഹൃത്തുക്കളെ, ആസറിന്റെ മറുപടിയാണ്. ആസറിന്റെ മറുപടി ഇബ്രാഹിം അലൈഹിസ്സലാം വീണ്ടും ബാപ്പാനെ ചേർത്ത് പിടിച്ചിട്ട് പറയാൻ, ബാപ്പാ ഫഅതസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്. വാപ്പാ, ഞാൻ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ, ഇങ്ങനെയുള്ള ഒരു ആരാധനയും ഞാൻ സ്വീകരിക്കൂല. വാപ്പ, ഈ ആശയവും ഞാൻ സ്വീകരിക്കൂല. ഫദ്ഉ റബ്ബി, ഞാൻ എന്റെ പടച്ചോനോടെ പ്രാർത്ഥിക്കൊള്ളു. ബാപ്പ, അവനാണ് എനിക്ക് ജീവൻ തന്നത്, മരിപ്പിക്കുന്നവനാണ്, ഭക്ഷണം തന്നത് വിശപ്പിക്കുന്നവനാണ്, എന്റെ ജീവിതത്തിൽ എല്ലാം പടച്ചോനാണ്. ആ പടച്ചോനോടെ ഞാൻ പ്രാർത്ഥിക്കൊള്ളൂ. അപ്പോഴാണ് ആസറിന്റെ പെരുമാറ്റം, യാ ഇബ്രാഹിം ലഇല്ലം തൻതഹി ലഅർജുമന്നക് വഹ്ജുർനി മലിയ. ഇബ്രാഹിമേ, ഞങ്ങളുടെ ആശയത്തിൽ നിന്ന് ഞങ്ങൾ പോകണം എന്നാണ് ഈ പറയുന്നത്. നിന്റെ ആശയം മാത്രമാണ് ശരിയെന്ന് നീ പറയണത് എങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ എറിഞ്ഞോട്ട് ഓടിക്കും. നീ എന്റെ കണ്ണിൻ മുന്നിൽ നിന്ന് എന്നേക്കുമായി, അല്ലെങ്കിൽ ഒരുപാട് വർഷത്തേക്ക് നീ എന്റെ മുന്നിൽ വരരുത് ഇബ്രാഹിം, ഞാൻ നിന്നെ ആട്ടിപ്പറഞ്ഞയക്കും. ഇതിൽ 2-3 കാര്യമുണ്ട്. ഈ പറഞ്ഞതിൽ 2-3 കാര്യം. ഒന്നെന്താ അറിയോ? ഇബ്രാഹിം നബിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടത്തിലാണ് ബാപ്പാനെ വിളിക്കുന്നത്. ബാപ്പ, ഞാൻ മനസ്സിലാക്കിയ സത്യത്തിൽ നിങ്ങൾ വരണം. ഞാൻ എന്റെ ഇവിടെ ഇരിക്കണ ഓരോരുത്തരും ചോദിക്കാൻ, നമ്മൾ അല്ലല്ലാത്തവരെ വിളിക്കണില്ല. നമ്മളെ വീട്ടിലത്തെ വാപ്പിയമ്മയും വല്യാപ്പിയും പെണ്ണുങ്ങളെ വാപ്പിയമ്മയും എവിടെയാ നിൽക്കണ ആലോചിച്ച് നോക്കി. കല്യാണത്തിന് നമ്മളോട് വിളിക്കുന്നുണ്ട്, സൽക്കാരത്തിന് വിളിക്കുന്നുണ്ട്, നാളെ പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാൻ വിളിക്കുന്നുണ്ട്. ഒരു വട്ടെങ്കിലും ബാപ്പാ നോക്കി, അല്ലല്ലാത്തവർക്ക് നേർച്ചേരുന്ന ഭക്ഷണം കഴിക്കരുത് കേട്ടോ മൗലവി,
പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് മായിദയിലെ ആയത്ത് ഓതിയിട്ടാ പറഞ്ഞത്. ബാപ്പ ഞാൻ ഇഷ്ടം കൊണ്ട് പറയാൻ, വേറൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട വാപ്പ. നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വന്നോക്കിൻ, ഖുത്ബക്കൊന്ന് വന്നോക്കിൻ, ഞാൻ അയക്കുന്ന ഒരു പ്രസംഗം ഒന്ന് കേട്ടോക്കിൻ. ബാപ്പ അമ്മ അവനാന്റെ ജീവിതത്തിൽ പഠിച്ചോനല്ലാത്ത വേറൊരാൾക്കും ഖൈറും ഷെറും വരുത്താൻ കഴിയില്ല. നമ്മളാ ജനിച്ച കുട്ടിന്റെ ദേഹത്തൊന്നും അങ്ങനത്തെ ഒരു ചരടൊന്ന് കെട്ടരുതും ബാപ്പ. അസുഖമായിട്ട് അവനാന്റെ കുട്ടിക്ക് പ്രസവം നടക്കാതെക്കുമ്പം കുറെ നോക്കിയില്ലേ, ഇനി അവിടെ ഒരു തങ്ങെടുത്ത് പോകാന്ന് പറയുമ്പം ബാപ്പ അമ്മ അങ്ങനെ ചെയ്യല്ലിട്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ പറയാതിരിക്കുകയും നാട്ടിലുള്ള എല്ലാ ആഘോഷങ്ങൾക്കും ആനന്ദങ്ങൾക്കും ടൂറുകൾക്കും നമ്മൾ നമ്മുടെ വാപ്പാനിമ്മാനും കൊണ്ടുപോവുകയും ചെയ്താൽ സത്യത്തിൽ നമ്മുടെ വാപ്പിമ്മി നമ്മുടെ കൂടെ സ്വർഗത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതാണ് ഇബ്രാഹിം നബി ആദ്യം ചെയ്ത്. വാപ്പാനങ്ങനെ കൂട്ടിപ്പിടിച്ചു, പറഞ്ഞുകൊടുത്തു. രണ്ടോ തൗഹീദിന്റെ വക്താക്കൾക്കും ശിർക്കിന്റെ വക്താക്കൾക്കും ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരേ സ്വരായിരിക്കും. ഇബ്രാഹിം നബി എന്താണ് ആസറിനോട് ചോദിച്ച്? വിഗ്രഹങ്ങൾ വെച്ചിട്ട് വിഗ്രഹം കേൾക്കുവോ? ശരിക്കും മനസ്സിലാക്കണം, യുവാക്കൾ മനസ്സിലാക്കണം. കേൾക്കുവോ, കാണോ, ഖൈർ നൽകുവോ, ഷർറിനെ തടയാൻ കഴിയോ? നമ്മുടെ നാട്ടിൽ ജാറങ്ങളിൽ അസിയാറത്ത് നൽകുകയും അവിടെ പോവുകയും അവിടെ പട്ടും പുടവയും എണ്ണയും പൂജയും അവിടെ ദിക്റുകളും സ്വലാത്തുകളും നൽകുന്ന ആളുകളോട് നിങ്ങൾ ജാറത്തുങ്ങൾ പോണത് എന്തിനാണ്? ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കാനാണ്. ശരി, ജാറത്ത് കിടക്കുന്ന മനുഷ്യൻ കേൾക്കോ? ഇബ്രാഹിം നബിന്റെ ചോദ്യമാണ്. പുതിയതുണ്ടാക്കിയതല്ല. ഒരു കേൾക്കുണ്ടോ, ഒരു കാണുണ്ടോ? എടവണ്ണങ്ങാടിൽ നടക്കുന്ന മുഴുവൻ ഒരു കാണുണ്ടോ? ഇനി അഥവാ നമ്മളൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് കുട്ടിനുണ്ടാക്കി തരാനും PSC ശരിയാക്കി തരാനും ഗൾഫിലെ ജോലി ശരിയാക്കി തരാനും എന്റെ പരീക്ഷ എളുപ്പാക്കാനും ഖബർ കിടക്കണോയ്ക്ക് കഴിയോ? അവനാന്റെ വാഹനത്തിന് നേരെ 120 സ്പീഡിൽ വരുന്ന മറ്റൊരു വണ്ടിയെ തടഞ്ഞു നിർത്തുവാൻ അവർക്ക് കഴിയോ എന്ന് നമ്മൾ ഇന്ന് ചോദിക്കണില്ലേ? അത് ഇബ്രാഹിം നബിന്റെ ചോദ്യമാണ് കൂട്ടരെ, നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയതല്ല. CM മടവൂരിന് കഴിയോ? കേൾക്കുന്നുണ്ടോ? മരിച്ചുപോയില്ലേ? സഹായിക്കാൻ കഴിയോ? അവനാന്റെ ജീവിതത്തിൽ ഖൈറും ഷർറും തടുക്കാൻ കഴിയോ? കൊണ്ടുവരാൻ കഴിയോ എന്ന് ഇബ്രാഹിം നബി അന്ന് ചോദിച്ച അതേ ചോദ്യമാണ് ഇന്നും തൗഹീദിന്റെ വക്താക്കൾക്കുള്ളത്. അന്ന് ഇബ്രാഹിം നബിന്റെ വാപ്പാറിന് ഉത്തരം എന്താ ഉത്തരം? എടാ, ഇത് പാരമ്പര്യമായി വർഷങ്ങളോളമായി മഹല്ലടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ കിതാബുകളിൽ അറബി മലയാളത്തിലും അറബിയിലും എഴുതിയ കാര്യം നിനക്ക് മാത്രം ആസറിന്റെ ഉത്തരാണത്. അതേ ഉത്തരല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളു? അല്ല സഹോദരങ്ങളെ, വേണ്ട. ആദർശത്തിന്റെ പേരിൽ ഒരു വീട്ടിൽ നിന്ന് വാപ്പ ഇറക്കി വിട്ടു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മഹല്ലെന്ന് പുറത്താക്കിയത് എന്തിന്റെ പേരില്ല? ഞാൻ പടച്ചോന്റെ കൂടെ ഉള്ളാളം ഞങ്ങളെയും കൂടി വിളിക്കുന്നു പറഞ്ഞിട്ട് ഏതെങ്കിലും മഹലിന്ന് പുറത്താക്കിയണോ? ആലോചിക്കണം. നമുക്ക് ചില ഗുണപാടുണ്ട്. ഞാൻ അള്ളാഹു അല്ലാത്ത ഒറ്റരാക്കും നേർച്ചേർന്ന ഭക്ഷണം കഴിക്കൂല എന്നുള്ളതിന്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാരെ പുറത്തായിക്കണ്? പടച്ചോനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുള്ളൂ എന്നതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. കല്യാണം നടത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, മയ്യത്ത് മറമാടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിന്നും മഹലിന്നും പുറത്താക്കിയിട്ടുണ്ട്. അന്ന് ആസർ ചെയ്തത് ഇന്നത്തെ ആസറുമാരും ചെയ്യുന്നു. വേറൊരു വ്യത്യാസം, അതിന് അന്ത്യനാൾ വരെ അങ്ങനെയാകും. അന്ത്യനാൾ വരെ പാരമ്പര്യം പറഞ്ഞിട്ടും പുറത്താക്കിയിട്ടും കല്യാണം മുടക്കുമെന്ന് പറഞ്ഞിട്ടും മരിച്ചാൽ ഓവുചാലിൽ പോയിട്ട് മറമാടേണ്ടി വരും, വളപ്പിലേക്ക് കയറ്റൂല എന്ന് ഭീഷണി മുടക്കിയിട്ടും ആദർശത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇബ്രാഹിം നബി നെഞ്ചൂക്കോടുകൂടി നിന്ന പോലെ നിൽക്കുന്ന തൗഹീദുള്ളവർ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾക്ക് ബാപ്പയുടെ വിഷയത്തിൽ അള്ള പഠിപ്പിച്ചു തന്നു, മറക്കരുത്. എന്താണെന്നറിയോ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിപ്പോകാൻ നേരത്തെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വാക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഖാല സലാമുൻ അലൈക്, ബാപ്പ അങ്ങക്ക് സമാധാനം ഇരട്ടെ, ഞാൻ വീട്ടിൽ നിന്ന് പോവുകയാണ്. സാസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എന്റെ പടച്ചോനോട് നിങ്ങൾക്ക് വേണ്ടി പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി തേടാം. ശരിക്ക് കേൾക്കണം കേട്ടോ. ഇന്നഹു കാന ബി ഹഫിയ, അവൻ എന്നോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. ഇബ്രാഹിം നബി ബാപ്പാണ്ട് പറയാണ്, ബാപ്പ നിങ്ങൾക്ക് വേണ്ടി പാപം പൊറുക്കാൻ വേണ്ടി ഞാൻ തേടാം. അള്ളാഹു ആയത്തിറക്കി. നിങ്ങൾക്കറിയോ? പടച്ചോന്റെ ഖുർആൻ സൂറത്ത് തൗബ 113, 114 ആയത്ത് വീട്ടിൽ പോയിട്ട് ഉമ്മാരും ബാപ്പാരും യുവാക്കളൊക്കെ നോക്കണത് 2 ആയത്ത് നോക്കണം. എന്താണെന്നറിയോ? മാക്കാനലിൻ നബി, ഒരു പ്രവാചകൻ
ഒരു പ്രവാചകനും പാടില്ല. വല്ലദീന ആമനു, ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്കും പാടില്ല. അയ്യസ്തഗ്ഫിറു, പാപമോചനം തേടാൻ. ലിൽ മുശ്രിക്കീൻ, നിങ്ങൾക്ക് 100% അയാൾ ശിർക്കിലാണ് ജീവിച്ചത് എന്നറിയുന്ന ഒരാൾക്ക് വേണ്ടി പടച്ചോനെ അയാൾക്ക് പാപം പൊറുക്കണമേ എന്ന് തേടാൻ പാടില്ല. ഖുർആന്റെ ആയത്താണ്. വലൗ കാനൂ ഉലിൽ ഖുർബ, എത്ര അടുത്ത ആളാണെങ്കിലും മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം, എന്നൊക്കെ ഉറപ്പാണ്. മരിക്കും വരെ അയാൾ ശിർക്കിലാ ജീവിച്ചത്, തൗഹീദ് പറഞ്ഞിട്ട് ധിക്കാരാണ് ചെയ്തത് എങ്കിൽ അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പറ്റൂല. ആയത്തിന്റെ ബാക്കി എന്താ അറിയോ? വമാ കാന ഇസ്തിഗ്ഫാർ ഇബ്രാഹിം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇബ്രാഹിം നബി ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയില്ലേ? അല്ലാഹ് പറയാൻ അതെന്താണെന്നറിയോ? ലി അബീഹി ഇല്ലാ അൻ മൗഇദതൻ വഅദഹാ ഇയാ. അദ്ദേഹം ബാപ്പാണ്ട് പറഞ്ഞില്ല, ബാപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടാന്ന് പറഞ്ഞില്ലേ? ആ വാക്ക് അദ്ദേഹം പാലിച്ചതാണ്. പക്ഷേ അള്ളാഹു പറഞ്ഞു കൊടുത്തു, ഇബ്രാഹിമെ ബാപ്പാക്കും വേണ്ടി, ശിർക്ക് ചെയ്യണ വാപ്പാക്കും വേണ്ടി തേടാൻ പറ്റൂല. ശിർക്ക് ചെയ്യണ വാപ്പാക്ക് വേണ്ടിയിട്ട് പാപമോചനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹ് പറഞ്ഞപ്പോ ഫലമ്മ തബയ്യന ലഹു, അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ അന്നഹു അദുവുൻ ലില്ലാഹ്, അദ്ദേഹം അല്ലാഹുവിന്റെ ശത്രുവാണ് വാപ്പ എന്ന് മനസ്സിലാക്കിയപ്പോ തബറഅ മിൻഹു, അദ്ദേഹം ആ പ്രാർത്ഥന ഒഴിഞ്ഞു. ഞങ്ങൾ എന്താ മനസ്സിലാക്കി? ഞാനോ എന്റെ ഭാര്യയെ, എന്റെ മക്കളോ, എന്റെ ബാപ്പേ, എന്റെ അമ്മ, എന്റെ അനിയന്മാരോ ഞാൻ ആദർശത്തിലാകുമ്പോഴും അവർ കൊടിയ ശിർക്കിലും എല്ലാ അസുഖങ്ങൾക്കും ഉസ്താദുമാരടുത്തേക്കും ദർഗീക്കും അവിടെ മന്ത്രിച്ചൂടാനും വെള്ളം കുടിക്കാനും സകല ആൾക്കാരടുത്തേക്കും പോണ ഒരാളാണ്. എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ഇസ്ലാമിൽ അനുവാദമല്ല. ആരാ തെളിവ് അല്ലാഹ് പറഞ്ഞറിയോ? ഇബ്രാഹിം നബിന്റെ വാപ്പാനെ. ഇബ്രാഹിം നബി ആരാണ്? അള്ളാന്റെ കൂട്ടുകാരൻ, അബുൽ അംബിയ, ഖബറിൽ നിന്ന് നബിക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്നയാൾ, സ്വർഗത്തിൽ രണ്ടാമതായി പ്രവേശിക്കുന്ന ആൾ. അയാളെ മുൻനിർത്തിയിട്ട് അല്ലാഹ് പറയാൻ, ആ ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് ഇസ്തിഗ്ഫാർ നടത്താൻ ഇബ്രാഹിം നബി എന്ന മകന് ഞാൻ അനുവാദം കൊടുത്തിട്ടില്ല. ആ വാപ്പാനെ പരലോകത്തോണ്ട് രംഗന്റെ ഹദീത്തിൽ വാപ്പാനെ ഇബ്രാഹിം നബിയും ബാപ്പിയും പരലോകത്ത് കാണുന്നുണ്ട്. ആസറും ഇബ്രാഹിമും. ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പാണ്ട് ചോദിക്കാൻ, അലം അഖുൽ ലക ലാ തഅസില്ല, ബാപ്പ ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പടച്ചോണ്ട് ധിക്കാരം കാണിക്കരുത്, തൗഹീദിക്ക് വാ. ബാപ്പ അപ്പ മനസ്സിലാക്കിയാട്ടോ. ബാപ്പ പറയാൻ അല്യവും ലാ അസിക്, മോനെ ഇബ്രാഹിമേ, എടാ ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കൂല. ഇബ്രാഹിം നബി അള്ളാണ്ട് കെഞ്ചണെന്താ അറിയോ? അള്ളാണ്ട് കെഞ്ചാൻ, അള്ളാഹുവെ പരലോകത്ത് നീ എന്നെ അപമാനിക്കുകയില്ല എന്നെനിക്ക് കരാറ് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഈ പരലോകത്ത് നിൽക്കുമ്പോൾ എന്റെ വാപ്പ നരകത്തിൽ പോകുക എന്നതിനേക്കാളും വലിയ അപമാനം വേറെന്താ പടച്ചോനെ? അതുകൊണ്ട് വാപ്പാനെ രക്ഷപ്പെടുത്തേണമേ. എന്താ അള്ളാന്റെ വാക്കെന്തറിയോ? പടച്ചോന്റെ വാക്ക് യാ ഇബ്രാഹിം, ഇബ്രാഹിമേ ഇന്നി ഹുർരിംതു അൽ ജന്ന അലൽ കാഫിരീൻ, എടാ ഞാൻ സ്വർഗം കാഫിരീങ്ങൾക്ക് നിഷിദ്ധമാക്കിയതാണ്. അന്റെ വാപ്പ ശിർക്ക് ചെയ്ത് ജീവിച്ച ആളാണ് ഇബ്രാഹിം. നിനക്ക് സ്നേഹം ഉണ്ടാകാം, പക്ഷെ വാപ്പ തൗഹീദിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു മറ്റുള്ള മനുഷ്യരെ നരകത്തിലേക്ക് ഇടുന്നത് പോലെയല്ല ആസറ നരകത്ത് കിട്ടത്. അറിയോ രക്ഷിതാക്കളെ, അറിയോ യുവാക്കളെ, അറിയോ മുസ്ലിമീങ്ങളെ, ഇബ്രാഹിം നബിയുടെ കാലിനടിയിലേക്ക് ഒരു മൃഗത്തെ പോലെ വാപ്പയെ അള്ളാക്കി. യാ ഇബ്രാഹിം ഉൻദുർ തഹ്ത റിജ്ലൈക്, നിന്റെ രണ്ട് കാലിന്റെ അടിയിലേക്ക് നോക്കടാ. ഇബ്രാഹിം നബി കാലിന്റെ അടിയിലേക്ക് നോക്കി. ഫഇദാ ഹുവ ബിസിബ്ആനിൻ മുൻതിനിൻ. രണ്ട് റിപ്പോർട്ടാണ്. ഒന്നൊരു കാണുമ്പോൾ അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന ഒരു ചെറിയ ജീവിയെ പോലെ, മറ്റൊന്ന് വൃത്തികെട്ട നാറ്റമുള്ള ഒരു ശവത്തെപ്പോലെ. ഇബ്രാഹിം നബിയുടെ ഉപ്പയെ ആസറിനെ പടച്ചവൻ ഇബ്രാഹിം നബിയുടെ കാലിനടിയിൽ നിലത്ത് പടച്ചവൻ നമ്പുരാനാക്കി. എന്നിട്ട് ഫഉൽഖിയ ഫിന്നാർ, എന്നിട്ടാണ് നരകത്തിലേക്ക് ഇട്ടത്. നമ്മൾ മനസ്സിലൂടെ ആലോചിക്കുക, നമ്മൾ ഈ ദുനിയാവെന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മളെ കുടുംബമുള്ള നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമുക്ക് അവർക്ക് മയ്യത്ത് സ്കരിക്കാനും പടച്ചോനോട് പ്രാർത്ഥിക്കാനും പറ്റുന്ന രൂപത്തിലെങ്കിലും ഈ ആദർശങ്ങൾ കൊടുക്കുക. ഒരൊറ്റ ഹദീസ് പറയട്ടെ, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒറ്റ ഹദീസ് ആരതാ പറഞ്ഞറിയോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമന്റെ നബി പറയട്ടോ, ഇസ്തഅ്ദൻതു റബ്ബി, മുഹമ്മദ് നബി അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. ഉമ്മാര് കേൾക്കണം, എന്റെ കുട്ടികൾ കുറച്ചേ ഞാൻ നന്നായിക്കോളും, ഇപ്പൊ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറയില്ലേ. ഞാൻ എന്റെ പടച്ചോനോട് ചോദിച്ചു, അൻ അസ്തഗ്ഫിറ ലി ഉമ്മി, എന്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടാൻ. നബി പറയാൻ, അള്ളാഹുവേ എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മുഹമ്മദ് നബിയായി ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അനുവാദം ചോദിച്ചു. ഫലം യുഅ്ദന ലി, അള്ളാഹ് പറഞ്ഞു, മുഹമ്മദ് നബി ഉമ്മാക്ക് വേണ്ടി നിങ്ങൾ പാപമോചനം തേടാൻ പാടില്ല, ഉമ്മ തൗഹീദക്ക് വന്നിട്ടില്ല. മുഹമ്മദ് നബിക്ക് ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹ് അനുവദിച്ചില്ല. ഇബ്രാഹിം നബിയോട് ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അള്ളാഹ് അനുവദിച്ചില്ല. എന്നിട്ട് പറയാൻ, ഫസ്തഅ്ദൻതു അൻ അസൂറ ഖബ്റഹാ ഫഅദ്ന ലി, അപ്പൊ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ എങ്കിൽ ഞാൻ ഖബറൊന്ന് സിയാറത്ത് ചെയ്യട്ടെ എന്റെ അമ്മാന്റെ, അതിന് എനിക്ക് അനുവാദം നൽകി. ഖബർ സിയാറത്ത് അനുവദനീയാണ്. 100% ശിർക്കിലാണ് അവനാന്റെ വാപ്പിമ്മിയും കുടുംബത്തിൽ ആരെങ്കിലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ട് ശിർക്കിൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പോലും പറ്റൂല എന്ന് ഇബ്രാഹിം നബിന്റെ വാപ്പാനെയാണ് നമ്മുടെ മുന്നിൽ വെച്ച് നിർത്തി. സങ്ങളെ ഖുത്ബ കഴിഞ്ഞു പോകുമ്പോ ആലോചിക്കുക, എന്റെ അമ്മ, ഞാൻ അമ്മാന്റെ അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്, എന്റെ അമ്മന്റെ ജീവനാന്ന് പറയുന്നുണ്ട്, എന്റെ വാപ്പന്റെ ജീവനാന്ന് പറയുന്നുണ്ട്, എന്റെ അക്കാക്കന്റെ ജീവനാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നാളെ പരലോകത്തെത്തി ഈ ഖുത്ബയും ഈ ആദർശവും ഈ തൗഹീദും ഇബ്രാഹിം നബിയുടെ അജയ്യമായ ആദർശവും കേട്ടു വളർന്ന ഞാൻ പരലോകത്തെത്തി ഇന്റെ ഉമ്മ ജാറത്ത് പോയിന്റെ പേരിൽ, ഏലസ് കെട്ടിന്റെ പേരിൽ, ഇന്റെ വാപ്പ മന്ത്രിച്ചൂതി വെള്ളം കുടിച്ചിന്റെ പേരിൽ, ഇന്റെ പെങ്ങൾ കുട്ടിണ്ടാകാത്തിന്റെ പേരിൽ, ഉസ്താദിന്റെ മുന്നേ പോയിന്റെ പേരിൽ നാളെ പരലോകത്ത് നിന്ദനായി നരകത്തിലേക്ക് പോകുമ്പം എന്നെ വിളിച്ചിട്ട്, മോനെ എന്തേടാ എനിക്ക് പറഞ്ഞുതരാഞ്ഞത് എന്ന് അവിടെ നിന്ന് കരയുന്ന രംഗത്തെ ദുനിയാവെന്ന് കാണണം. അത് കണ്ടിട്ട ഇബ്രാഹിം നബി ബാപ്പാനങ്ങനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുത്ത്, കേൾക്കാത്തോണ്ടാണ് നമ്മുടെ വാപ്പിമ്മിയും പരലോന്ന് പറയരുത്, എന്റെ കുട്ടി എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെയാണ് നമ്മുടെ ബലി പെരുന്നാൾ. കൃത്യം 7:15 നമ്മുടെ പള്ളിയിൽ വെച്ചായിരിക്കും. ഇപ്പോൾ സുബഹി നേരത്തെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമയം കിട്ടും. വൈകാതിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം. പള്ളിയാണ്. ഞാൻ സഹോദരിമാരോട് കൂടി പറയാണ്, നേരത്തെ വരിക. എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് നമ്മുടെ ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ നേരത്തെ വന്നാൽ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാകണം. 7:15 സമയം. കാമണിക്കൂർ കൂടി ഇങ്ങോട്ട് നീട്ടേക്കാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്, പള്ളിയിലും കൂടിയാണ്. രണ്ടാമത് കഴിഞ്ഞിട്ട് നമുക്ക് ഉളുഹിയത്തുണ്ട്, വൈകാൻ പാടില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും വേണം. എല്ലാവരും കൃത്യസമയത്ത് വരിക. പെരുന്നാളിന്റെ സുന്നത്തുകൾ എല്ലാവർക്കും അറിയാം. എന്നാലും ഒരു വാചകം പറയാണ്, നീയത്തുണ്ടാകണം. മനസ്സൊന്ന് പോകരുത്. കുറെ കാര്യം പറഞ്ഞ പകരം ഒറ്റ വാക്ക് പറയാണ്, നീയത്തുണ്ടാകണം. കുളിക്കുന്നതിന് പുണ്യുണ്ട്, നീയത്തുണ്ടാകണം. ഞാൻ പെരുന്നാക്കാണ് കുളിക്കണമെന്നുള്ള നീയത്തുണ്ടായാൽ മതി. നമ്മൾ കുളിക്കും, പുതുവസ്ത്രം ധരിക്കുമ്പോൾ നീയത്തുണ്ടാകണം. സുന്നത്തനുസരിച്ചാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നത്. തലയിൽ എണ്ണ തേക്കുമ്പോഴും സുഗന്ധം പൂശുമ്പോഴും മക്കളേറ്റ് പള്ളിക്ക് വരുമ്പോഴും ഒരു പുണ്യകർമ്മത്തിൽ പടച്ചോൻ പറഞ്ഞൊരു കാര്യം ചെയ്യാന്നുള്ള നീയത്തുണ്ടാകുമ്പോൾ അതിന് അള്ളാഹിന്റെയൊക്കെ വലിയ പുണ്യമാണ് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം ഇസ്ലാമിക സുന്നത്ത് കഴിവിന്റെ പരമാവധി പാലിക്കണം. നമ്മുടെ സാഹചര്യം അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ സുന്നത്ത് ഇങ്ങനെയാണ്: ചെറിയ പെരുന്നാളിന് ലഘുഭക്ഷണം കഴിച്ച് ഈദ്ഗാഹിലേക്ക് വരിക രാവിലെ. ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വരുന്നത് സുന്നത്താണ്. അത് ചിലപ്പോ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം ഉണ്ടാകാം. എന്നാലും ആ സുന്നത്ത് എടുക്കാൻ പറ്റുന്നവര് അങ്ങനെ ചെയ്യാം. മറ്റൊരു കാര്യം, ഞാൻ ഉമ്മമാരും എല്ലാവരും ഉണ്ടായതുകൊണ്ട് സഹോദരിമാരെ, നമ്മളൊരു പെരുന്നാൾ എന്നുള്ളത് ഒരു ആരാധനാ കർമ്മമാണ്. അവിടെ നമ്മൾ പള്ളിക്കും ഈദ്ഗാഹിലേക്കൊക്കെ വരുമ്പം അള്ളാഹ്ക്കും പ്രവാചകന് ഇഷ്ടമല്ലാത്ത കുറേ സംഗതികളായിട്ട് വരരുത്. ദയവേത് ഇത് വരാതെക്കാൻ വേണ്ടി പറയില്ല. ഈ പറഞ്ഞ ഗുണകാംക്ഷ നിങ്ങൾക്കും നമുക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. വരണ്ടാന്നോ വരരുതെന്നല്ല, കൂടുതൽ ആളുകൾ വരണം എന്നാ പറയുന്നത്. പക്ഷെ അതിൽ പടച്ചോൻ ഇഷ്ടമല്ലാത്ത എല്ലാ പേക്കോലങ്ങളും കെട്ടി
ഏതെങ്കിലും ഒരു നാട്ടിൽ നടക്കുന്ന ഒരു ഗാനമേളയ്ക്ക് നമ്മളിങ്ങനെ ഡ്രസ്സ് ചെയ്യണ പോലെ ഒന്നാകെ ഡ്രസ്സ് ചെയ്ത് വന്ന് അങ്ങനെ വരരുത്. പടച്ചോനോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാരാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നോമ്പെടുത്ത് അവിടെ ഹാജിമാർ ഹജ്ജ് നിർവഹിക്കുമ്പോൾ നമ്മളുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പം നമുക്ക് പടച്ചോന് ഇഷ്ടപ്പെട്ട രൂപത്തിലാകണം. അതിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വേഷവിധാനങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ ഉണ്ടാകരുത്. അതോടൊപ്പം യുവാക്കളോടും എല്ലാവരോടും നമ്മളുടെ ഉളുഹിയ കർമ്മങ്ങളിൽ പരമാവധി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് അവിടെ സഹകരിക്കാനാണ് കഴിയുക, കൊണ്ടേ കൊടുക്കാനാണ് കഴിയുക, നമ്മളെ വണ്ടിയിൽ കൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ അവിടെ ഒന്ന് സഹായിക്കാനാണ് കഴിയുക. അതിൽ നമ്മൾ പങ്കാളികളാകണം. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ഉണ്ടല്ലോ പെരുന്നാൾ ദിവസം, പിന്നെ അയ്യാമു തശ്രീഖിന്റെ അസർ വരെ. അയ്യാമു തശ്രീഖ് എന്നാൽ ദുൽഹിജ്ജ 11, 12, 13. പെരുന്നാളടക്കം 4 ദിവസം മനസ്സിലുണ്ടാവണം. പെരുന്നാളടക്കം 4 ദിവസം തക്ബീറുകൾ ചൊല്ലുന്നത് വലിയ പെരുന്നാളിന് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തോടെ അള്ളാഹുവിനെയും പ്രവാചകനെയും കണ്ടുമുട്ടാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാഥ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഇബ്രാഹിം നബിയുടെ ആദർശമുള്ള അദ്ദേഹത്തിന്റെ കുടുംബജീവിതം നയിക്കുന്ന, അദ്ദേഹം പ്രബോധനം നടത്തിയതുപോലെ നമ്മളാൽ കഴിയുന്ന പ്രബോധനം നിർവഹിക്കാൻ കഴിയുന്ന നല്ല വ്യക്തിത്വങ്ങളായി ആദർശബന്ധുക്കളായി മാറാൻ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഈ തൗഹീദ് അറിയാത്ത ആളുകൾക്ക് ഞങ്ങളിലൂടെ ഒരാൾക്കെങ്കിലും ഈ ആദർശത്തെ മനസ്സിലാക്കുവാനും സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാനും നാഥ അതിനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ചൊരിയണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ.